സ്കോട്ട്ലാൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തിയ സിയാറ കൊടുങ്കാറ്റ് നാടെങ്ങും കനത്ത നാശം വിതച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 70 മൈൽ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റിൽ ഇംഗ്ലണ്ട് അക്ഷരാർത്ഥത്തിൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീത്രൂ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം നൂറുകണക്കിന് സർവീസുകളാണ് ഇതിനോടകം തന്നെ റദ്ദു ചെയ്തതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ആയിരക്കണക്കിന് സർവീസുകൾ വൈകുകയും ചെയ്തു. ഡോവർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പോർട്ടുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്താകമാനം ഫെറി സർവീസുകളും നിലച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള കപ്പൽ ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ്. ബീച്ചുകളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. ബീച്ചിൽ പോകരുതെന്ന് കർശനമായ മുന്നറിയിപ്പും ഇതിനോടകം തന്നെ നൽകി വരികയാണ്. രാജ്യത്തെ പ്രധാന മോട്ടോർവേകളിലെല്ലാം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാർട്ട്ഫോർഡ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള മേൽപ്പാലങ്ങളിലൂടെ ഗതാഗതം നിരോധിച്ചു. ഇന്ന് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 90 മൈലായി വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പല വിമാനത്താവളങ്ങളിലും കാറ്റിനെ അവഗണിച്ചെത്തിയ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് എളുപ്പമല്ലാതായി. ഇന്നും നാളെയും കാറ്റിനൊപ്പം ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പും ലഭ്യമാണ്. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു വൻ നാശനഷ്ടങ്ങളും ഉണ്ടായി. പലയിടത്തും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. രാജ്യത്താകമാനം 2 ലക്ഷത്തിലേറെ ആളുകൾക്ക് വൈദ്യുതി ബന്ധം നിഷേധിക്കപ്പെട്ടെന്നാണ് എനർജി കമ്പനികൾ നൽകുന്ന വിവരം. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.